ഇരിക്കൂ. സ്വാമിജിക്ക് ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതി അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദയവ് ചെയ്ത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനി എന്നോ സ്വാമിനി എന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു. കുറെ കൂടെ തെളിച്ചു പറഞ്ഞാൽ, ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതല്ലാതെ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 17 കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേകതരം ദിവസങ്ങളും. അതിനെപ്പറ്റി ഇപ്പൊ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ? നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ്? എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? ഇല്ല. സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അദ്ദേഹം മരിക്കുന്നവരെ? ഇല്ല. മരിച്ചതിന് ശേഷവും? ഇല്ല. ഈ പറഞ്ഞ ദിവസം, അതായത് ജനുവരി 18-ാം തീയതി, നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത്? അതെ. ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത്? അതെ. അതിനവിടെ രജിസ്റ്റർ ഉണ്ട്. താങ്ക് യു. ഞാൻ അത് അവിടെ ചെക്ക് ചെയ്തോളാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതിനാ പയ്യൻ നീ വിചാരിക്കുന്നല്ല അത്ര നല്ലവനൊന്നും അല്ല. കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളാരുടെയും പുറകെ വായി നോക്കി നടക്കുന്നവനാണ്. അപ്പൊ ഞാൻ കാണാൻ കൊള്ളാന്നർത്ഥം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ കഞ്ചാവ് അടിക്കും, ഡ്രിങ്ക്സ് കഴിക്കും, ഈയുടെ ഹെറൈനും തുടങ്ങിയിട്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യൻ ആള് സ്മാർട്ടാ. ഐ ലൈക്ക് ഹിം. എന്തൊരു കയ്യില് ഡീസന്റാ. എന്നും പറഞ്ഞിരുന്നു. ഒരു ദിവസം കാണാൻ കുട്ടി പോലും അറിയാതെ കുട്ടി അവന്റെ വലയെ കിടക്കുന്നത്. അത്രയ്ക്ക് മിടുക്കനാണെങ്കിൽ അവന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഐ വിൽ പ്രിഫർ ദാറ്റ്. അപ്പൊ ബാക്കിയുള്ളവൻ ഇത്രയും കാലം 8 കാലി മാതിരി വലകെട്ടി ഉണ്ടായിക്കൊണ്ടുവന്നത്? മേക്ക് യുവർ വല ബെറ്റർ, സ്ട്രോങ്ങർ. പഠിച്ചിട്ടില്ലേ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാ പ്രമാണം. ഇല്ല, സാർ ഒന്ന് പറഞ്ഞാ കൊള്ളാം. ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സെൻസിലാണെന്ന് കൂടെ വേണ്ടിയില്ലേ? പബ്ലിക് ആയിട്ടാണ് പൊലയാടി പോലെ പരിപാടി. സാർ, ഇതെന്റെ വൈഫാണ് സാർ. ആണോടി? അല്ല സാർ. പിന്നെ ഇങ്ങനെ കുറച്ചു നാളായിട്ട് എപ്പോഴും എന്റെ പുറകെ വായി നോക്കി നടക്കുന്ന ഒരുത്തനാ സാർ. നീ മിനിയാന്ന് ഇതേ സ്പോട്ടിൽ ഏതാണ്ട് ഇതേ നേരത്തെ വേറൊരു പെണ്ണുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉള്ള കഞ്ഞി പാറ്റിയെടുത്ത് പറഞ്ഞേക്കാം. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പോട്ടോളെ. ആശാൻ കേസ് അന്വേഷിച്ച് അവസാനം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുരുക്കി പോയി ചാടിക്കൊടുത്തുന്ന തോന്നുന്നത്. അന്വേഷണം ഒരു പെണ്ണിൽ നിന്ന് വേറൊരു പെണ്ണിലേക്ക് സ്ലിപ്പായി ഇപ്പൊ അതൊരു ജാക്കി സ്ഥാനത്തിൽ പോയി ഉടക്കി നിൽക്കുക. പുള്ളിക്കാണെങ്കിൽ അവളോട് ഉള്ളിൽ ഭയങ്കര പ്രേമവും. ഇന്നലെ രാത്രി മുഴുവൻ കക്ഷി എന്നോട് അവളുടെ ബ്യൂട്ടിയെ പറ്റി പറഞ്ഞ് ബോറടിക്കായിരുന്നു. അത് ക്ലീൻ. ഇൻവെസ്റ്റിഗേഷൻ മൂത്ത് കുറ്റവാളിയെ കയ്യെ കിട്ടുമ്പോ കുറ്റവാളി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും തമ്മിൽ ഡിങ്. ചേട്ടനെ ഇനി കാണട്ടെ, ഞാനിട്ട് വാരുന്നുണ്ട്. അയ്യോ, അതൊന്നും ചെയ്തോളല്ലേ. ഞങ്ങൾ തമ്മിൽ എല്ലാം പറയും. എന്ന് വെച്ച് ഞാനത് പുറത്താരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോഴത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഓ, സപ്പോസ് ചേട്ടന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്നിരിക്കട്ടെ, ഒരു പോലീസ് ഓഫീസർ. ഇതുപോലൊരു കേസ് കൈ കിട്ടിയെന്നും വെക്കുക. അന്വേഷിച്ച് വരുമ്പോ ഒടുവിൽ കൽപ്പിച്ച് ഞാനാണ് തെളിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? എന്നോട് മിണ്ടണ്ട. 18-ാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. രാത്രി നിങ്ങൾ അവിടെ തന്നെയാണ് ഉറങ്ങിയിട്ടുള്ളതും. അതും അവിടുത്തെ രജിസ്റ്ററിലുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ എത്തുന്നത് രാത്രി 9 മണി അടുപ്പിച്ചാണ്. 8:40 അറൈവൽ ടൈം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി എന്ന് പറയുന്നു. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നോർമൽ കോഴ്സിൽ 5 മണിക്ക് അവിടെ എത്തണം. ഏറിയാൽ 6. വഴിയിൽ ബസ് കേടായെന്നോ ആക്സിഡന്റ് ആയെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറി ഇറങ്ങി അതും വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും.
കൂടുതൽ മെനക്കെടുത്തണമെന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. അത് ഞങ്ങളുടെ നിയമാവലിയിലെ ഒരു പ്രധാന നിബന്ധനയാണ്. വഴിക്ക് അങ്ങനൊരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറയേണ്ടി വരും. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആബ്സെൻസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സന്ധ്യയ്ക്ക് 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് ഹരികൃഷ്ണന്റെ മർഡർ നടന്നിട്ടുള്ളത്. 6-നും 9-നും ഇടയ്ക്കുള്ള ആ സമയം, ആ ക്രൂഷ്യൽ 3 മണിക്കൂർ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറഞ്ഞേ നോക്കൂ. അതെന്റെ ഒരു പേഴ്സണൽ അഫെയർ ആണ്, പറയാൻ നിവൃത്തിയില്ല. ഈ കത്ത് നിങ്ങൾ എഴുതിയതല്ലേ? അല്ലേ? അല്ല. പക്ഷേ ആ കൈയക്ഷരം ഭഗിനിക്കറിയാമല്ലോ. ഇതാരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആരാണ്? അത് ഞാൻ പറയില്ല. ഈ ചപ്പൽ നിങ്ങളുടെ അല്ലേ? അല്ല, ഞങ്ങൾ ഇത്തരം ചപ്പൽസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഓർത്തു നോക്കൂ, ഇതുമാതിരി ചപ്പൽ ആരുടെ കാലിലാ കണ്ടിട്ടുള്ളത്? ഈ പറഞ്ഞ ദിവസം 6-നും 9-നും ഇടയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയ ആരുടെയെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ് നിങ്ങൾ. ഈ ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിൽ അത് ആരുടെ കാലിലായിരുന്നു? ക്ഷമിക്കണം, ഞാനത് പറയില്ല. നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് തീരെ താല്പര്യമില്ല. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്നുപോലും എനിക്ക് പ്രാർത്ഥനയുണ്ട്. കൊല നടന്ന മുറിയിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ്, എന്നെ ഇത് കാണിക്കണമെന്നില്ല. ഇത് രണ്ടും ആരുടേതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞിട്ട് നിങ്ങൾ അത് ഒളിക്കുന്നു. ഡിസിസീവായ അന്നത്തെ ആ 3 മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയേ പറ്റൂ. അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ഒരു ഫിലിം ഡയറക്ടറുടെ മർഡറുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പത്രക്കാർക്ക് അതൊരു ഫീസ്റ്റായിരിക്കും. പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല. കാരണം നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കൊലയാളി അറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല. സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി. ആ സിസ്റ്റർക്കും ഈ ആശ്രമത്തിനും മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും. അതിനെക്കുറിച്ച് താങ്കൾ ബോധറിയണമെന്നില്ല. എങ്കിൽ ഈ മൊമെന്റ് മുതൽ സിസ്റ്റർ അറസ്റ്റിലാണ്. യു ആർ ഇൻ അവർ കസ്റ്റഡി. അമ്മേ അമ്മേ, ഇത് കണ്ടോ? സിസ്റ്റർ ആന്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ പാർവതി ഇതുമായിട്ട്? അമ്മ ഒന്ന് അനിലിന്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചേ. പുള്ളിയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരോ ഇതിന്റെ പുറകില് അന്നസരികളെ കളിക്കുകയാണ്. ചിലപ്പോ ആ മിഷന് ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതോ റിലീജിയസ് ഗ്രൂപ്പ് നടത്തുന്ന മാനിപ്പുലേഷൻസ്. അമ്മ ഒന്ന് ഫോൺ ചെയ്ത് പറയും. ആന്റി നമുക്കറിയാവുന്ന. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. പോലീസുകാരാണെങ്കിൽ ആകെ ഹെൽപ്ലെസ് ആയിട്ട് നാണം കെട്ട് നിൽക്കുക ഈ കേസിന്റെ പേരിൽ. നമ്മൾ എന്തിനു ആവശ്യമില്ലാതെ. ആന്റി ആശ്രമംകാര് ഇതിനോടകം തന്നെ ജാമ്യത്തിൽ ഇറക്കി കാണും. അത് ഞാൻ അന്വേഷിച്ചോളാം. അമ്മേ പ്ലീസ്,
അനിലിന്റെ ചേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. എനിക്ക് രാവിലെ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സിന് കുട്ടികൾ വന്നിരിക്കുക. അന്നേരത്താ. സരസ്വതമ്മേ, ഞാൻ ഇറങ്ങുന്നു. നീ വല്ലതും കഴിച്ച് കോളേജിൽ പോകാൻ നോക്കൂ. ഹലോ. ഹലോ. യെസ്. ശില്പയാണ്. ഞാനിത് ആരാന്ന് വിചാരിച്ചു. അനി ഇവിടെ ഇല്ലല്ലോ. അവന്റെ ഇപ്പൊ കോളേജിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓ, ചേട്ടൻ അവിടെ കാണോ? ആര്, ഞാനോ? എന്തേ? ഞാനും പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു. എന്താ കാര്യം, പറഞ്ഞോളൂ. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? എനിക്ക് ചേട്ടനെ കണ്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവോ? ഞാൻ ഉടനെ വരാം. ആ, പെട്ടെന്ന് വരണം. അതെ. കുട്ടി ആ ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ അവരുമായിട്ട് പരിചയം? സിസ്റ്ററിന്റെ അമ്മയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ? അമ്മയ്ക്ക് ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്നതും സിസ്റ്റർ ആന്റി തന്നെയാ. ആന്റി എനിക്ക് നന്നായി അറിയാം. അവരെ ഇത് സംശയിക്കുന്ന പോലും ക്രൂവലാണ്. അത്രയ്ക്ക് പാവാ സിസ്റ്റർ ആന്റി. പക്ഷെ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ് കുട്ടി. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ ആരുടേതാണെന്ന് അവർക്കറിയാം. പക്ഷെ അത് ആരുടേതാണെന്ന് പറയാൻ അവർ കൂട്ടാക്കുന്നില്ല. അതെന്തോ. പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഇല്ല. ഒരു കണക്ഷനും ഇല്ല. എനിക്കറിയാം. കുട്ടിക്ക് അതെങ്ങനെ അറിയാം? എനിക്കറിയാം. ഹരികൃഷ്ണന് ഒരുപാട് സ്ത്രീകളുമായിട്ട് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ അയാൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാം അറിയാൻ ചെയ്യാം. മഞ്ഞപത്രങ്ങൾ എഴുതി വിടുന്നത് അതുപടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം, നിങ്ങളും എന്റെ അമ്മയും എന്റെ ഫ്രണ്ട്സും എല്ലാം. അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. He was so great, gentle. കുട്ടിക്കും അയാളെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എങ്ങനെ? പണ്ട് മുതലേ അറിയാമായിരുന്നു. പണ്ട് മുതലെന്ന് പറയുമ്പോ? നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ, ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹമായി ഒന്ന് പരിചയപ്പെടണമെന്ന്.